സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് ബീന പ്രകാശ്. ഞാൻ വെണ്ണലയിൽ സദ്ഗുരു യോഗ സെൻറ്റർ എന്ന സ്ഥാപനം നടത്തിയാണ്. അവിടുത്തെ യോഗ ഇൻസ്ട്രക്ടറാണ്. ഞാൻ 20 വർഷമായി ഈ സ്ഥാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യോഗ ടീച്ചറായിട്ട്. പൊറ്റക്കുഴി എന്ന് പറഞ്ഞ സ്കൂളാണ്, അവിടെ തെരേസാസ് മിനേലി എന്ന് പറഞ്ഞ പബ്ലിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനവും അതുപോലെ തന്നെ നടത്തിക്കൊണ്ടു പോകുന്നു. ഞാൻ യോഗയിലേക്ക് വരാനുള്ള കാരണം എനിക്കൊരു സ്മോക്ക് അലർജി ആയിട്ടുള്ള പ്രശ്നമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് ഞാൻ യോഗയിലേക്ക് വന്നത്. എടപ്പള്ളിയിലുള്ള ഒരു യോഗ സെൻറ്റർ, ലൈഫ് യോഗ സെൻറ്ററിലാണ് പഠിച്ചത്. അവിടെ യോഗരത്നം ഭാസ്കര മേനോൻ സാറ് എൻ്റെ ഗുരു. അതിനുശേഷം TTC പാസ്സായി. അങ്ങനെയാണ് യോഗ സെൻറ്റർ തുടങ്ങിയതും അങ്ങനെ യോഗയിലേക്ക് വരാനുള്ള കാരണം. യോഗ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ വളരെ കറക്റ്റായി. അതുകൊണ്ടാണ് എനിക്ക് യോഗയോട് ഇത്രയ്ക്കും ഇഷ്ടം തോന്നാൻ കാരണം. അതുപോലെ തന്നെ എല്ലാവരും യോഗ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രത്യേകിച്ചും സ്ത്രീകൾ. അവർക്ക് വന്ന എല്ലാ രോഗങ്ങളും, ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായിട്ടുള്ള BP, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതമായിട്ടുള്ള വണ്ണം, തൈറോയിഡ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യോഗ വളരെ നല്ലതാണ്. അതെല്ലാവരും അഭ്യസിക്കുകയാണെങ്കിൽ വളരെ രോഗങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. അതുപോലെ തന്നെ യോഗ എവിടെയെങ്കിലും ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ തന്നെ യോഗ അഭ്യസിക്കണം. ഒരു ബുക്കിൽ നിന്നോ ടെലിവിഷനിൽ നിന്നൊന്നും യോഗ പഠിച്ചിട്ട് കാര്യമില്ല. അതുപോലെ പഠിച്ചാൽ മാത്രം പോരാ, അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ആ യോഗ പഠിച്ചുകൊണ്ടുള്ള ഗുണമുള്ളൂ. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും തന്നെ യോഗ അഭ്യസിക്കാൻ സാധിക്കും. അതുപോലെ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ലേഡീസ്, ഇത് ഡെയിലി അഭ്യസിച്ച് പോയാൽ നമുക്ക് ഡോക്ടറെ കാണുന്നതിൽ നിന്ന് പോലും നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാവരും യോഗ അഭ്യസിക്കണം. നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും, വീട്ടമ്മമാരും IT ഉള്ള പ്രൊഫഷണൽസും അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള എല്ലാ ബാക്ക് പെയിൻ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അതുപോലെ പ്രാണായാമം, ആസനങ്ങൾ, ഇങ്ങനെയുള്ള സൂര്യ നമസ്കാരം, ഇങ്ങനെയുള്ള എല്ലാ ഇതും നമ്മളിവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജെൻസിനും ഇവിടെ യോഗ അഭ്യസിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ടില്ല, എന്നാലും ഇത് 20 വർഷമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇതോടൊപ്പം തന്നെ സ്കൂളിലാണെങ്കിലും രാവിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികളെയും യോഗ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഡെയിലി കുട്ടികൾക്കാണെങ്കിലും യോഗ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അവരുടെ പഠിത്തത്തിൽ, അതുപോലെ ഒരു മൈൻഡ് പവറിനും, അതുപോലെ ഫിസിക്കലി ആയിട്ടും എല്ലാത്തിനും യോഗ വളരെ നല്ലതാണ്. യോഗ മീൻസ് യൂണിറ്റി ഓഫ് ഫിസിക്കൽ ബോഡി ആൻഡ് മൈൻഡ് എന്നാണ് യോഗയുടെ അർത്ഥം തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു ക്ഷമാശീലം വരാനും, എല്ലാത്തിനും ഒരു അധിക ആഗ്രഹങ്ങളൊന്നുമില്ലാതെ നമുക്കൊന്നൊരു കൺട്രോൾ പവർ കിട്ടാനും യോഗ അഭ്യസിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ മെമ്മറി പവർ കൂട്ടാനും എല്ലാത്തിനും, അതുപോലെ കോൺസെൻട്രേഷൻ കൂട്ടാനും എല്ലാം യോഗ വളരെ നല്ലതാണ്. അതുപോലെ ലേഡീസിനാണെങ്കിലും അതെ, അവർക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലെല്ലാം എന്തെങ്കിലുമൊക്കെ വീട്ടുജോലികൾ ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സസൈസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും തന്നെ ഒന്നാമത്തെ ടൈമില്ല, രണ്ടാമത് അവർക്ക് നമുക്കെല്ലാം ആധുനിക സൗകര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രത്യേകിച്ച് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഓരോന്നിനും കൊടുക്കുന്നില്ല, അത് കിട്ടുന്നുമില്ല. ഇപ്പോൾ യോഗ അഭ്യസിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ അവയവത്തിനും തന്നെ പറയാം, നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടും അതുപോലെ ഓരോ അവയവത്തിനും അതിൻ്റെ
എല്ലാം കിട്ടുന്നത് കൊണ്ടും യോഗ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഞാനും തന്നെയാണെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ യോഗ അഭ്യസിച്ചു 6 മാസമായപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു അസോസിയേഷനുണ്ട്, ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് യോഗ അസോസിയേഷൻ, അതിൻ്റെ ട്രഷറർ കൂടിയാണ് ഞാൻ. അതുപോലെ ഇവിടെ എല്ലാം യോഗ അഭ്യസിച്ച് കഴിഞ്ഞു. എക്സാം എഴുതണമെന്ന് പറഞ്ഞ് സാറിനോട് നിർമ്മിച്ച് എക്സാം എഴുതിപ്പിച്ചു. അതുപോലെ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണലും അങ്ങനെയുള്ള കോമ്പറ്റീഷൻസും നമുക്ക് ഇവിടെ യോഗയിലുണ്ട്. അതിലെല്ലാത്തിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്, അതിലൊക്കെ പ്രൈസും വാങ്ങിക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് എനിക്ക് യോഗയോടുള്ള ആ ഒരു പാഷൻ കൊണ്ടാണ് എന്ന് തന്നെ പറയാം. എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് നമ്മളിതിലെല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. അതുപോലെ പുറത്ത് പോയിട്ട് ഇവിടുത്തെ ക്ലാസ് കൂടാണ്ട് സ്കൂളിലെ ക്ലാസ് കൂടാണ്ട് ആര് ആവശ്യപ്പെടണോ എവിടെയാണെങ്കിലും നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വീട്ടമ്മമാർക്കും അതുപോലെ ഒത്തിരി പ്രൊഫഷണൽസിനും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് യോഗ. അതുപോലെ ഓരോ സ്ഥലത്തും ഇപ്പോൾ തന്നെ ഇന്ത്യ തന്നെ മൊത്തം തന്നെ എല്ലായിടത്തും തന്നെ സഞ്ചരിച്ച് നാഷണൽ കോമ്പറ്റീഷൻസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. 5 ടൈംസ് നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തേത് ഈ ഒരു വർഷം ഇനി അടുത്ത വർഷം എവിടെയാണെന്നറിയില്ല, കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാത്തിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ എല്ലാവരും അതുകൊണ്ട് ഇതുപോലെ തന്നെ യോഗ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുള്ള എല്ലാവരും തന്നെ യോഗ അഭ്യസിക്കുന്ന ഒന്നാണ് എൻ്റെ പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളെയും അതുപോലെ തന്നെ 8 വയസ്സ് തുടങ്ങിയ എല്ലാ കുട്ടികളെയും നമുക്ക് യോഗ അഭ്യസിപ്പിക്കാം. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇപ്പോൾ ഒരു 90 വയസ്സായാലും നമുക്ക് യോഗ അഭ്യസിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ചും പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെയാണ്. ശ്വാസം പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലെഫ്റ്റിൽ കൂടി എടുത്താൽ റൈറ്റ് നോസ്റ്റിൽ കൂടി അങ്ങനെ അതിൻ്റെയാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസത്തിൻ്റെതായുള്ള കിതപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതെല്ലാം പഠിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വളരെ നല്ലതായിരിക്കും. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ സൂര്യ നമസ്കാരം നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് ലോസാണ് ഏറ്റവും മെയിനായിട്ട് സൂര്യ നമസ്കാരത്തിൽ ഉള്ളത്. അതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഒരു 12 സ്റ്റെപ്സ് ഉണ്ട്. 12 സ്റ്റെപ്സ് ഒരു റൈറ്റ് ഹാൻഡ് ലെഗിലാണെങ്കിൽ 12 സ്റ്റെപ്സ് ലെഫ്റ്റ് ലെഗിൽ, അങ്ങനെ 24 സ്റ്റെപ്സാണ് ഒരു സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ. അത് തന്നെ നമ്മളൊരു 10 സെറ്റ് അല്ലെങ്കിൽ 12 സെറ്റ് ഒക്കെ ഒരു ദിവസം നമ്മൾ ചെയ്താൽ വളരെ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള മുഴുവൻ ഉന്മേഷവും നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂര്യ നമസ്കാരം ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു 2 സെറ്റ് 3 സെറ്റ് അങ്ങനെ കൂട്ടി 12 വരെ എത്താം. അതുപോലെ തന്നെ പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും അതുപോലെ ശ്വാസത്തെ നമുക്ക് ചെസ്റ്റിനൊന്നും കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് ഈ പ്രാണായാമം ചെയ്യുന്നത് വഴി അവരുടെ കപ്പാസിറ്റി കൂട്ടാനും അവർക്ക് ക്ഷീണങ്ങൾ തോന്നാം. അപ്പം നമുക്ക് എപ്പോൾ ക്ഷീണം തോന്നുന്നു, ഇപ്പോൾ ഓഫീസിലിരുന്നാലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ പ്രാണായാമം പരിശീലിക്കാവുന്നതാണ്. എല്ലാം പക്ഷേ ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ മാത്രമേ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാവുള്ളൂ. ആ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും രാവിലെ തന്നെ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ യോഗ അഭ്യസിക്കേണ്ടത്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കലും വയറ്റിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം യോഗ അഭ്യസിക്കാതിരിക്കുകയാണ് എനിക്ക് നല്ലത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുളി വരെ കഴിഞ്ഞിട്ടാണ് ഞാൻ യോഗ എന്നും അഭ്യസിക്കുന്നത്. യോഗ 1 അവർ അഭ്യസിച്ചതിന് ശേഷമാണ് മറ്റെന്തിലേക്കും നമ്മൾക്ക്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി കുളിക്കാൻ പറ്റാത്തവരാണ്, ഇപ്പോൾ ഓഫീസിൽ പോകണം, കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണം. ഒരുപാട് വെയിലൊക്കെ ഡെയിലി ഒരു 7 മണിക്ക് ശേഷം സൂര്യ നമസ്കാരമൊന്നും അഭ്യസിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് ചെയ്യാം. 4 തുടങ്ങി 8 വരെയൊക്കെ നമുക്ക് യോഗ ചെയ്യാം. യോഗ അഭ്യസിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയുമില്ല. എപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 8 വയസ്സുള്ള കുട്ടി തുടങ്ങി 90 വയസ്സുള്ള ആർക്കും ചെയ്യാം. പക്ഷേ നമ്മളൊരു 60 എബോവ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ നല്ല ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് 90 വരെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു 60 എബോവിനൊക്കെ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആസനങ്ങൾ ചെയ്ത് ബോഡിയെ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് യോഗ അഭ്യസിക്കാം. അത് ഒന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് യോഗയ്ക്ക് യാതൊരു പ്രായപരിധിയില്ല. യോഗ ചെയ്യുന്നതിന് യാതൊരു നമുക്ക് ചിലവുമില്ല. ആ പഠിക്കുന്ന ആ സമയത്തുള്ള ഫീസല്ലാതെ യാതൊരു ഇതുമില്ല.
ഒരു ചെറിയ ഷീറ്റോ അല്ലെങ്കിൽ ഒരു മാറ്റോ ഉണ്ടെങ്കിൽ ഏത് റൂമിൻ്റെ ഏതെങ്കിലും ഒരു അരികിലിട്ടാണ് നമുക്ക് യോഗ അഭ്യസിച്ച് പോകും. വേറെ ഏത് എക്സസൈസ് ചെയ്യണമെങ്കിൽ നല്ല പൈസ നമുക്ക് എന്നും കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. പിന്നെ എന്തിലും എല്ലാത്തിലും വേണ്ട നമുക്കൊരു മനസ്സാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യോഗ അഭ്യസിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ് യോഗയിൽ മെയിനായിട്ടുള്ള കാര്യം. എന്നാൽ മാത്രമാണ് യോഗ നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും വൃദ്ധന്മാർ, രോഗികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് യോഗ ബോഡി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി യോഗ എല്ലാവരും പരിശീലിക്കും. വയസ്സ് മുതൽ യോഗ ചെയ്യിക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് യോഗ ചെയ്യണം. അപ്പം എല്ലാ കുട്ടികൾ തന്നെ നമ്മൾ ജനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ പോലെ തന്നെ യോഗ തന്നെയാണ് കുട്ടികൾ, കൊച്ചുകുട്ടികൾ ചെയ്യുന്നത്. അതിനുശേഷം അവരെല്ലാം നമ്മൾ ശരിക്കും ഒന്ന് അവരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ഓരോ ആസനങ്ങൾ തന്നെയാണ് ഈ കൊച്ചുകുട്ടികൾ. അപ്പോൾ നമ്മുടെ വജ്രാസനം എന്നൊക്കെ പറഞ്ഞ ആസനത്തിൽ തന്നെ ഇരിക്കുന്ന എന്തോരം കുട്ടികളുണ്ട്. കാൽമുട്ട് പുറകിലേക്ക് മടക്കിയിട്ടിരിക്കുന്ന ആസനം, അതിലിരുന്ന് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നമ്മളവരെ കൈകൊണ്ട് പിടിച്ച് അവരൊന്നും ചെയ്യിക്കരുത്. അവരുടെ ഇഷ്ടത്തിന് അവരെന്ത് ചെയ്യുന്നു അതങ്ങോട്ട് ചെയ്തു പോയിക്കോട്ടെ. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഏത് കുട്ടികൾക്കും അഭ്യസിക്കാം. കുട്ടികൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും ബോഡി. അപ്പോൾ അതങ്ങനെ ചെയ്തു പോകണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർ അല്ലെങ്കിൽ ബാക്ക് പെയിൻ, എല്ലാ ആസനവും ഇല്ല. ചില ആസനങ്ങൾ ചില രോഗങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് ചിലപ്പോൾ നമ്മൾ ബാക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ചില പ്രശ്നം ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക്, അപ്പോൾ അവരെ നമ്മൾ ചെയ്യിക്കാതിരിക്കില്ല. വളരെ പതുക്കെ ചെയ്ത് അവരുടെ ബോഡി നമ്മളൊന്ന് ഫ്ലെക്സിബിലിറ്റി ആക്കി അങ്ങനെ പതുക്കെ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്ക് യോഗ ചെയ്യിക്കാം. അതുപോലെ ഹാർട്ട് ഓപ്പറേഷൻ, അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ അടുത്ത് ചെന്നാൽ ആദ്യം നമ്മൾ നമ്മുടെ അസുഖം പറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരാസനം ഒരാൾക്കും ചെയ്യാൻ പാടില്ലെന്നില്ല. പിന്നെ നമ്മൾ എല്ലാം വളരെ സാവകാശം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അസുഖമുള്ളവർക്ക്. അതിരാവിലെ തന്നെയാണ് യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം. നമ്മളെ എപ്പോഴും സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണം. നമ്മൾ ആകെ കഴിക്കുവാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ടീ, ഒരു പാല് ചേർത്ത ചായ പോലും കുടിക്കാതെ നമ്മൾ യോഗ ചെയ്യണം. രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് മാത്രമാണ് യോഗ ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ എണ്ണയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം യോഗ ചെയ്യാൻ പാടില്ല. അതല്ലാതെ വേറെ അതുപോലെ ഇപ്പോൾ നോണൊക്കെ ഒന്ന് കുറയ്ക്കണം. അല്ലാതെ എണ്ണ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന് നമ്മൾ അവരോട് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും യോഗ ചെയ്യാൻ താല്പര്യപ്പെടില്ല. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കായി ഇതിൽ നിന്ന് പതുക്കെ മാറി എന്തൊക്കെ കഴിക്കുക അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റാതെ വന്ന് അവർ തനിയെ നിർത്തിക്കോളും. അപ്പം നമ്മൾ കുറച്ച് വയറിൻ്റെ പ്രശ്നത്തിനാണ് കൂടുതൽ സ്ത്രീകൾ നമ്മുടെ അടുത്ത് യോഗയ്ക്ക് വരുന്നത്. പെട്ടെന്നൊന്നും നമ്മുടെ വയറ് കുറയില്ല. വയറെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് വയറ്, ഏറ്റവും ലാസ്റ്റ് പോകുന്നത് വയറാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ അത് 1 മാസം കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടണമെന്നോ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് നമ്മളതിനു വേണ്ടി ക്ഷമിച്ച് പതുക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഏറ്റവും പ്രശ്നം അതുതന്നെയാണ്. പിന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ ബാക്ക് പെയിനാണ് അവർക്ക്. അതിനൊക്കെ പറ്റിയ ആസനങ്ങൾ നമ്മൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. ഗർഭിണികളായ സ്ത്രീകൾക്ക് 3 മന്ത്സിന് ശേഷം യോഗ ചെറുതായിട്ട് നമുക്ക് കൊടുക്കാം. കൂടുതലായിട്ട് അവരെ പ്രാണായാമമാണ് ചെയ്യിപ്പിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ചില ആസനങ്ങൾ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ് വരെ കുറച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഈ പ്രാണായാമം എന്നും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ശ്വാസം നന്നായി തന്നെ അവർക്ക് ഏറ്റവും വലിയ ഗുണമായിരിക്കും. അത് ഈസി ആയിട്ടുള്ള ഡെലിവറിക്ക് യോഗ കുറേ നല്ലതാണ്. പക്ഷേ അത് പഠിക്കുന്നത് നല്ല ഒരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് തന്നെ പോയി പഠിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യോഗ എന്നും പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് പീരിയഡ്സ് ടൈമിൽ യോഗ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഒട്ടും സമ്മതിക്കില്ല. അന്നേരം ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ടൈം അല്ലാതെ നമുക്കൊരു ചെറിയ രോഗങ്ങൾ, കോൾഡോ ചെറിയ പനിയോ ഒന്നും വന്നാൽ യോഗ നിർത്തേണ്ടതായ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് അത്ര വലിയ പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
നമുക്ക് തോന്നും അയ്യോ ഇന്ന് ശരീരം ബോഡി പെയിൻ നന്നായിട്ടുണ്ട്, യോഗ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് ആ ഒരു ടൈറ്റ്നെസ്സൊക്കെ മാറി നമുക്കൊന്ന് ലൂസാവും. അപ്പം നമുക്ക് ആ യോഗ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. അല്ലാണ്ട് പ്രത്യേകിച്ച് യോഗ നിർത്തേണ്ട കാര്യമില്ല. സന്ധിവാതം എന്ന് പറയുന്നതാണ് നമ്മുടെ മുട്ടുവേദന. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ എൻ്റെ അടുത്ത് ഒത്തിരി പേഷ്യൻസ് വന്നിട്ടുണ്ട്, മുട്ടുവേദന, തോളുവേദന, സ്പോണ്ടിലൈറ്റിസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇംഗ്ലീഷ് ആയിരിക്കും ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്നുമില്ല. അവർ പറയും, ഇപ്പോൾ എനിക്ക് തന്നെ നല്ല ഉദാഹരണമുണ്ട്. ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവർക്ക് ഒരു 60 above ഉള്ളൊരു സ്ത്രീയായിരുന്നു. അവർക്ക് മുട്ടിനായിരുന്നു പ്രശ്നം. അവർക്ക് കാല് ഒരിക്കലും നടക്കരുത്, സ്റ്റെപ്പ് കയറരുത്, അനങ്ങരുത്, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാനും വയ്യ, നടക്കാനും വയ്യ. അവർ ഇങ്ങനെ നിരങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. നമ്മളവരെ പതുക്കെ വജ്രാസനത്തിലിരുത്തി പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ രോഗം മാറി. അപ്പോൾ നമ്മളെപ്പോഴും മുട്ടുവേദന ഉള്ളപ്പോൾ നമ്മൾ ആക്ഷൻസ് കൊടുക്കണം. അതിന് അങ്ങോട്ട് ആക്ഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതാവുള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ പൈപ്പിൽ നമുക്ക് തുരുമ്പ് വരുന്ന പോലെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള വേദനകൾ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് എന്തെങ്കിലും ആക്ഷൻ കൊടുത്ത് ബ്ലഡ് അങ്ങോട്ട് എത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ അസുഖം മാറുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് രോഗമില്ലാതെ തന്നെ ഈ കാലിൻ്റെ എക്സസൈസ് കൊണ്ട് തന്നെ ആ മുട്ടുവേദനകളൊക്കെ മാറും. വെയിറ്റ് കൊണ്ട് വരുന്ന മുട്ടുവേദന അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആംഗിളിലുള്ള വേദന എന്നല്ല പറഞ്ഞാൽ ശരീരത്തിന് ബോഡി വെയിറ്റ് കുറച്ചാൽ മാത്രമാണ് ആ മുട്ടുവേദന മാറുള്ളൂ. പക്ഷേ സന്ധിവാതവും മുട്ടുവേദന അങ്ങനെയുള്ള മുട്ടുവേദനയായിട്ട് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി നമ്മുടെ വെയിറ്റ് മുഴുവൻ താങ്ങുന്നത് നമ്മുടെ 2 കാലുകളാണ്. ആ കാലിന് എപ്പോഴും ഇതിനെ ബോഡിയെ ശരിക്കും താങ്ങി നിർത്തണമെങ്കിൽ ബോഡി വെയിറ്റ് കൂടി കുറയണം. ബോഡി വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കാലിന് 2നും താങ്ങി നിർത്താനുള്ള ഇതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന. അപ്പോൾ പിന്നെ ബാക്ക് പെയിൻ വരും, പിന്നെ ആങ്കിളിന് പെയിൻ വരും. അപ്പോൾ ആളുകായിരിക്കും അത് വേറെ എന്തോ രോഗമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം. എപ്പോഴും ലേഡീസിനുള്ള കുഴപ്പം അതാണ്. ബോൺ വെയിറ്റ് കൂടാതെ ഇവരുടെ ആ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എക്സസൈസ്, ഇപ്പോൾ ഞാൻ യോഗ തന്നെയെന്ന് പറയില്ല, എന്തെങ്കിലും നമ്മൾ ബോഡി അനങ്ങി അല്ലെങ്കിൽ ഒന്ന് നടക്കുമെങ്കിലും ചെയ്താൽ നമ്മുടെ വെയിറ്റ് കുറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ ചെന്ന് നമ്മുടെ വയറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് അത് ലിവറിലേക്കാവും. ലിവറിൽ പോയിട്ട് നമുക്ക് വേണ്ട എനർജി മാത്രമല്ലേ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വന്നു വരുമ്പോൾ അത് മുഴുവൻ അവിടെ ഡെപ്പോസിറ്റ്. അപ്പോൾ അത് എന്ത് പറ്റും? അതാണ് ഫാറ്റി ലിവറാകും. പിന്നെ ആയിട്ട് ലിവർ സിറോസിസ് ആവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ പെയിനുള്ള കാരണം. എന്താ വെച്ചാൽ അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ബോഡി നമ്മളെന്ത് ജോബ് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ ഒരു കല്ല് ചുമക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം എടുക്കുന്ന ആൾ കഴിക്കുന്ന ഫുഡ് സാധാരണ കഴിക്കുന്ന നമ്മൾക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ അത്ര ഫുഡ് നമ്മൾ കഴിക്കാതെ നമ്മളുടെ ബോഡി പവർ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ പോകില്ല. മിക്കവർക്കും ഞാൻ എപ്പോഴും കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ താഴെ ഇരിക്കാൻ പോലും അവർക്ക് പറ്റില്ല. താഴെ ഇരിക്കാൻ പറ്റില്ല, കാല് മടക്കി വെച്ചിരിക്കാൻ പറ്റില്ല, എപ്പോഴും കസേര വേണം. അല്ലെങ്കിൽ കസേരയുടെ പുറത്ത് കസേരയിലിരുന്നിട്ട് കാല് കയറ്റി വേറെ എവിടെയെങ്കിലും വെക്കണം. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ ഞാൻ നിന്നാലോ അല്ലെങ്കിൽ ഇരുന്നാലോ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇന്ന് വരെ ഒരു പെയിനോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങളൊന്നും അങ്ങനെ വരാതിരിക്കാനും ഡോക്ടേഴ്സിനെ കാണാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും സ്ത്രീകളാണെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകണം. അല്ലാതെ ഒരുപാട് ഫുഡ് കഴിച്ചു അനങ്ങാതെ ഇരുന്നാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ സംഭവം. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹസ്ബൻഡ്, ഞാൻ, എനിക്ക് 2 കുട്ടികളാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു, അവൾ കുവൈറ്റിലാണ്. മോനിപ്പോൾ ഇവിടെ ജോബാണ്. ഞങ്ങൾ 4 പേരുമാണ്. അതിൽ ഹസ്ബൻഡാണ് ഫസ്റ്റ് ആദ്യമായിട്ട് യോഗയ്ക്ക് പോയത്. യോഗ അഭ്യസിച്ച് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അഭ്യസിക്കുക. എനിക്കിത് കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഒരു ആക്സിഡൻ്റൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. പുള്ളിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾ രണ്ടുകൂടി പോയപ്പോഴാണ് ആക്സിഡൻ്റ് ആയത്. എന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. ആശുപത്രി കിടന്ന സമയത്താണെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് എനിക്ക് പോയി. പുള്ളിക്കാണെങ്കിൽ കുറച്ച് ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ 2 കുട്ടികളും അതുപോലെ തന്നെ യോഗ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അവർ 2 പേരും ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 പേർക്കും അതിലൊന്നും ഇപ്പോൾ താല്പര്യമില്ല, അവരങ്ങനെ ചെയ്യുന്നില്ല. പിന്നെയാണ് ഞാൻ
യോഗ ചെയ്തു. ഞാൻ പറയും കോമ്പറ്റീഷന് പോകാൻ തുടങ്ങിയതും എല്ലാം അതാണ്. ഹസ്ബൻഡ് അതോടുകൂടി നിർത്തുകയും ചെയ്തു. ഇനി വരുന്ന ജനറേഷൻ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും കുറച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് മയക്കുമരുന്ന്, അതുപോലെ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള ഒത്തിരി ഇതാണ് നമ്മുടെ സ്കൂളിൽ ബോയ്സ് ആണെങ്കിലും അല്ലാതെയുള്ള ബോയ്സ് ആണെങ്കിലും. നമ്മളിപ്പോൾ ഈ നാട്ടിൽ കേൾക്കുന്ന മുഴുവനും ഇവരുടെ ആ ഒരു പെട്ടെന്ന് തന്നെ ഒരു കോപം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനും ക്ഷമയില്ല, അവരൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ ഇതിനെല്ലാം ഈ കുട്ടികളെല്ലാം നമ്മൾ ഒന്ന് സ്കൂളുകളിലെല്ലാം യോഗ ശരിക്കും തുടങ്ങുകയാണെങ്കിൽ എല്ലാവരെയും ഈ കുട്ടികളെ നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റും. അവരെന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് അവർക്ക് ഒരു ക്ഷമ, പീസ് ഓഫ് മൈൻഡ്, അതാണ് അവർക്ക്. കാമം അതില്ല. എപ്പോഴും വലിയവരാണോ അച്ഛനാണോ അമ്മയാണോ ആരെയൊന്നും ബഹുമാനിക്കാനും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവാനായിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് യോഗ സ്കൂളുകളിൽ തുടങ്ങി ആ കുട്ടികളെല്ലാം ഒന്ന് പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ അവരോട് എല്ലാം ഒരു അവയർനെസ് അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. മറ്റ് ജിമ്മോ ഇതൊന്നും പോലെയല്ല. യോഗ എന്ന് പറഞ്ഞാൽ യോഗയ്ക്കാണ് നമ്മൾ ബ്രീതിങ് എക്സസൈസ് ഉള്ളത്, ഈ യോഗയ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നമുക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടികൾ എല്ലാവർക്കും വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു നിർദ്ദേശം, സ്കൂളിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവരെ ഇതിലേക്കൊന്ന് കൊണ്ടുവരിക. അങ്ങനെ എല്ലാവരും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇനിയുള്ള ജനറേഷനെങ്കിലും നന്നായിട്ട് വളരാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യോഗ നിർബന്ധമായിട്ട് ഒന്ന് അഭ്യസിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇതൊന്ന് അഭ്യസിച്ച് അവരുടെ ആ ഒരു ടെൻഷൻ, സ്ട്രെയിൻ, അതാണ് സ്ട്രെസ്സാണ് എല്ലാവർക്കും കൂടുതൽ, അതൊക്കെ ഒന്ന് മാറി അവർക്ക് മനസ്സൊന്ന് ഇതായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും യോഗ അഭ്യസിക്കുന്നത്. യോഗ അഭ്യസിക്കുന്നതിന് പ്രത്യേകിച്ച് ഡ്യൂറേഷനൊന്നുമില്ല. നമ്മൾ ഒരാൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3 മന്ത്സിൽ പഠിച്ചെടുക്കുക, 6 മന്ത്സിൽ 1 ഇയറിൽ എല്ലാവരുടെ ബോഡി കപ്പാസിറ്റി ഒന്നായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരാളെ വന്ന വഴി തന്നെ അയാളോട് എല്ലാ ആസനങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്ത് 3 മാസം കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. ചിലർക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും, ചിലർക്ക് പറ്റില്ല. അപ്പോൾ നമ്മളൊരു 3 മന്ത്സ് 6 മന്ത്സ് 1 ഇയറൊക്കെ പഠിക്കണം. പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതുപോലെ എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാരും യോഗ പിന്നെ അഭ്യസിക്കാൻ പോകുന്നില്ല. ഈ പഠിത്തം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഉടനെ പിന്നെയും അതേപോലെ തന്നെ അവരുടെ ബോഡി പിന്നെയും അതുപോലെ തന്നെ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പോയി പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ വീട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.